മെറ്റൽസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. മെറ്റലുകൾ എന്താണെന്നും മെറ്റലുകൾ എങ്ങനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അവിടെ നിന്ന് നമ്മൾ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അവയെ പ്യൂരിഫൈ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഇരുമ്പിനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ. ഇരുമ്പ് എന്ന് പറയുന്ന ആളെ നമ്മൾ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ബ്ലാസ്റ്റ് ഫർണസ്, അവിടെ എന്തൊക്കെ റിയാക്ഷൻസ് നടക്കും, അതൊക്കെ വളരെ വിശദമായി നമ്മൾ നീറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഇരുമ്പിൻ്റെ തന്നെ ഒരു അലോയ് ആയിട്ടുള്ള സ്റ്റീലിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ ആദ്യം പഠിക്കും. അതിനുശേഷം സിങ്ക് എന്ന് പറയുന്ന മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷനും കൂടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യമായി ക്ലാസ് കാണുന്നവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയാനും മറക്കണ്ട. നോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം, വാട്സാപ്പ് ചാനലുകളിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ നടക്കുന്ന സമയമാണ് എങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വശത്ത് നിന്ന് നമുക്ക് ഉള്ള സമയത്ത് മാക്സിമം ക്ലാസ്സസ് അപ്ലോഡ് ചെയ്ത് പോകാം. അതപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെ ജനുവരി മാസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ടോപ്പിക്ക് ഫുൾ എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാനായിട്ട് പറ്റും. അത്രത്തോളം നമുക്ക് റിവിഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കടാ, എന്താ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഇരുമ്പെന്ന് പറയുന്നത് അല്ലേ നമുക്ക് പല ഫോമിൽ കിട്ടും. അതായത് ഈ പ്യൂരിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇരുമ്പിനെ പിഗ് അയണെന്നും കാസ്റ്റ് അയണെന്നും റോട്ട് അയണെന്നും ഒക്കെ പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന ഈ പറയുന്ന ഇരുമ്പ് ഡയറക്റ്റായിട്ട് എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായ കാര്യമല്ല. ഉപയോഗിക്കാറുണ്ട് ഇൻഡസ്ട്രികളിൽ മറ്റ് പല സാധനങ്ങളും നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമിലോട്ട് ഈ പറയുന്ന ഡയറക്റ്റ് ഇരുമ്പിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായ കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ഒരു അലോയിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രങ്ങളാണോ അതോ സ്റ്റീൽ പാത്രങ്ങളാണോ കൂടുതൽ ഉപയോഗിക്കുന്നത്? സ്റ്റീൽ എന്ന് പറയും അല്ലേ. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ഒരു അലോയിയാണ്. ഈ പറയുന്ന ഇരുമ്പിനകത്ത് കാർബൺ കണ്ടന്റ് ഉള്ള ഒരു അലോയ് ഓഫ് അയൺ ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റീൽ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 0.05 to 1.5% വരെ കാർബണാണ് ഈ പറയുന്ന സ്റ്റീലിൽ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പിഗ് അയൺ, ഇതൊന്നും ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടും. ഇതിന് ഡയറക്റ്റായിട്ട് എടുത്ത് നമുക്ക് ഈ പറഞ്ഞ അടിച്ചു പരത്തി വേറെ ഷേപ്പിലാക്കാനോ വെൽഡ് ചെയ്യാനോ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനത്തെ ഫോമിലുള്ളതാണല്ലോ നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. എന്നാൽ ഈ പറയുന്ന ഇരുമ്പിൻ്റെ അലോയ് ആയിട്ടുള്ള സ്റ്റീലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റീൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ, സ്റ്റീൽ ഈസ് എൻ അലോയ് ഓഫ് അയൺ ആൻഡ് കാർബൺ ടിപ്പിക്കലി കണ്ടെയ്നിങ് 0.5 to 1.5% കാർബൺ. അത് ഉള്ളത് കൊണ്ട് ഗുണം എന്താണ്, ഗീവ്സ് ഇറ്റ് സ്ട്രെങ്ത്, വേഴ്സിറ്റാലിറ്റി ഫോർ ഇൻഡസ്ട്രിയൽ യൂസ്, അൺലൈക്ക് പിഗ് അയൺ ഫ്രം ബ്ലാസ്റ്റ് ഫർണസ് വിച്ച് ഇസ് ബ്രിട്ടിൽ ഡ്യൂ ടു ഹൈ കാർബൺ കണ്ടന്റ്. അല്ലെ, ഹൈ കാർബൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കിങ്ങനെ അടിച്ചു പരത്തി ഷീറ്റാക്കാനോ വലിച്ചു നൂലാക്കാനോ പറ്റത്തില്ല ആരെ, സാധാരണ ഇരുമ്പിലെ. അപ്പോൾ നമ്മളതിനെ കാർബൺ ഉള്ള അലോയ് ഓഫ് സ്റ്റീലാക്കി മാറ്റും, അല്ലെങ്കിൽ അലോയ് സ്റ്റീലാക്കി മാറ്റും. അതിലൂടെ നമുക്കതിനെ വെൽഡബിൾ ആക്കാൻ പറ്റും, അതിനെ ടഫാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എത്രത്തോളം കാർബൺ അടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന സ്റ്റീലിൽ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി സ്റ്റീലിനെ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 മൈൽഡ് സ്റ്റീല്, 2 മീഡിയം സ്റ്റീല്, 3 ഹൈ കാർബൺ സ്റ്റീൽ. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ കാർബൺ ഉള്ളൂ. 0.05 തൊട്ട് 0.2 വരെയാണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും, മൈൽഡ് സ്റ്റീൽ എന്ന് വിളിക്കും. അപ്പോൾ കാർബൺ കണ്ടന്റ് കുറവായത് കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ കാർബൺ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് അത് ബ്രിട്ടിലായി പോയത്, പൊട്ടിപ്പോകുന്നത്. അപ്പോൾ കാർബൺ കണ്ടന്റ് കുറവാകുമ്പോൾ അത് ലെസ് ബ്രിട്ടിലാവും. ബ്രിട്ടിൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രിട്ടിൽ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ, നമുക്കതിനെ ഈസി ആയിട്ട് നൂലുകളായിട്ടോ അടിച്ചു പരത്തി ഷീറ്റുകളായിട്ടോ ഒക്കെ മാറ്റാൻ പറ്റും. കുറച്ച് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റും അല്ലേ. സ്ട്രോങ് ആണ്, ഹാർഡാണ്. എന്തിനാണ്, അഗ്രികൾച്ചറൽ ടൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രോൺ ഇൻ ടു വയേഴ്സ്, നൂല് പോലെ വലിച്ചു നീട്ടാനോ അല്ലെങ്കിൽ അടിച്ചു പരത്തി ഷീറ്റാക്കാനോ പറ്റും. ആരെ, മൈൽഡ് സ്റ്റീലിന്. 0.05 തൊട്ട് 0.2% വരെയാണ് കാർബൺ ഉള്ളത്. അടുത്ത് വരുന്നതാണ് മീഡിയം സ്റ്റീല്. 0.2 തൊട്ട് 0.6% വരെ കാർബൺ. ഹാർഡാണ്, ഞാൻ ഹൈ എന്ന് പറഞ്ഞു അല്ലേ. ഹൈലി ഹാർഡ്നെസ് ഉള്ളവയാണ്. കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേ ട്രാക്കുകൾ, ഹാൻഡ് റെയിലുകൾ, റാഫ്റ്റേഴ്സ്. എന്താ റാഫ്റ്റേഴ്സ്, നമ്മളെ മേൽക്കൂരയിൽ നമ്മൾ അല്ലേ ഇങ്ങനെ പട്ടിക എന്നൊക്കെ പറയും, ഇങ്ങനെ മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ പൈപ്പുകൾ വയ്ക്കത്തില്ല, അതാണ് റാഫ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മീഡിയം സ്റ്റീലാണ്. പിന്നെ വരുന്നു ഹൈ കാർബൺ സ്റ്റീൽ. 0.6 തൊട്ട് 1.5% വരെ. വെരി ഹൈ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഹാർഡ്നെസ്. അതായത് ഇലാസ്റ്റിസിറ്റിയും കൂടുതലാണ്, ഹാർഡ്നെസ്സും കൂടുതലാണ്. സാധാരണ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, സ്പ്രിങ്, നൈഫ്സ്, ഡ്രിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഡ്രിൽ ബിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ കാർബൺ സ്റ്റീലിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പഠിച്ച പോയിന്റുകൾ ഒന്നുകൂടി പറഞ്ഞേ. ഇരുമ്പിനെ നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് ബ്രിട്ടിലായതുകൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അതിനകത്തുള്ള കാർബൺ കണ്ടൻറ്റ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കതിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റാം. അതിൻ്റെ പേരാണ് സ്റ്റീല്. ഈ സ്റ്റീലിനകത്ത് 0.05 തൊട്ട് 1.5% വരെ കാർബൺ കാണത്തുള്ളൂ. അതുള്ളത് കൊണ്ട് തന്നെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കുറച്ചുകൂടി ലെസ് ബ്രിട്ടിലാകാൻ പറ്റും, നമുക്കതിനെ നൂല് പോലെ വലിച്ചു നീട്ടാൻ പറ്റും, മറ്റുപയോഗങ്ങൾക്കും പറ്റും. അപ്പോൾ എത്ര കാർബൺ ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി സ്റ്റീലിനെ നമുക്ക് 3ആയി തിരിക്കാം. മൈൽഡ് സ്റ്റീല്, മീഡിയം സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീൽ. പറഞ്ഞേ, മൈൽഡ് സ്റ്റീല്, മീഡിയം സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീൽ. മൈൽഡ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ അളവിലെ കാർബൺ ഉള്ളൂ, 0.05 തൊട്ട് 0.2 വരെ. നമുക്കതിനെ വയറുകളായിട്ടും ഷീറ്റുകളായിട്ടും അടിച്ച് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അഗ്രികൾച്ചറൽ ടൂൾസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മൈൽഡ് സ്റ്റീലാണ്. അപ്പോൾ മൈൽഡ് എന്ന് കേൾക്കുന്നത് നമുക്ക് വൈൽഡ് എന്നൊരു വാക്കുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും അല്ലേ. വൈൽഡ് എന്ന് പറയുമ്പോൾ വനം എന്ന് പറയുമ്പോൾ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അഗ്രികൾച്ചറൽ ടൂൾസ് ഉണ്ടാക്കാനായിട്ട് മൈൽഡ് സ്റ്റീലും. മീഡിയം സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും 0.2 തൊട്ട് 0.6 വരെയാണ് കാർബൺ കണ്ടൻറ്റ് ഉള്ളത്. ഹൈ ഹാർഡ്നെസ് ആണ്. അപ്പോൾ ഹാർഡ്നെസ് കൂടിയത് കൊണ്ട് തന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹാൻഡ് റെയിലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റാഫ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ മേൽക്കൂരയുടെ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സ്റ്റീലിന് ഉപയോഗിക്കും. ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അല്ലേ. സ്പ്രിങ് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കത്തികൾ, ഡ്രില്ലുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈ കാർബൺ സ്റ്റീൽ. 0.6 തൊട്ട് 1.5 വരെ. തീർന്നു, സ്റ്റീൽ തീർന്നു, സെറ്റല്ലേ. അപ്പോൾ മീഡിയം സ്റ്റീല്, മൈൽഡ് സ്റ്റീല്, മീഡിയം സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീൽ. ഓക്കെ, ഇനി അടുത്ത് എന്താണ് ഈ അലോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഇപ്പോൾ അലോയികളെന്ന് ഞാൻ പറഞ്ഞു, കാർബൺ അല്ല ഇരുമ്പും ചേർന്ന അലോയ്. അപ്പോൾ അലോയ് സ്റ്റീൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കാർബണും ഇരുമ്പും ചേർന്നിട്ടുള്ള ഇരുമ്പ്, അതിനാണല്ലോ സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. ആ സ്റ്റീൽ തന്നെ നമ്മൾ അതിനകത്ത് ചില പുതിയ പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റ് പല നോൺ മെറ്റലുകളെയും കൂടെ ആഡ് ചെയ്യും. ആരെയൊക്കെ ആഡ് ചെയ്യും? സാധാരണഗതിയിൽ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള ആൾക്കാരെ ആഡ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു മെറ്റലിനോടൊപ്പം മറ്റൊരു നോൺ മെറ്റലിനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വസ്തുവാണ് അലോയി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അലോയിസ് ആർ മിക്സ്ചേഴ്സ് ഓഫ് 2 or more മെറ്റൽസ്. ഒന്നോ അതിലധികം മെറ്റലോ നമ്മൾ എന്ത് ചെയ്യും? മിക്സ് ചെയ്യും. നോൺ മെറ്റൽസ് ലൈക്ക് കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അലോയ്സ് അല്ലേ. അപ്പോൾ ചില പ്രത്യേക പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടി നമ്മൾ നോൺ മെറ്റൽ ഉപയോഗിക്കും. അപ്പോൾ മെറ്റലുകളുടെ ലോഹ സംഗ്രഹം അങ്ങനെയല്ലേ നമ്മൾ മലയാളത്തിൽ പറയുന്നു. അപ്പോൾ ഒന്നിലധികം മെറ്റലുകൾ ചേർത്തിട്ടോ അല്ലെങ്കിൽ മെറ്റലിനോടൊപ്പം നോൺ മെറ്റൽ ചേർത്തിട്ടോ, ഇപ്പോൾ നമുക്ക് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി. സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണും കാർബണുമാണ് അല്ലേ. അയൺ എന്ന് പറയുന്നത് മെറ്റൽ, കാർബൺ എന്ന് പറയുന്നത് നോൺ മെറ്റൽ. അപ്പോൾ അങ്ങനെ ഒന്നുകിൽ മെറ്റലും അല്ലെങ്കിൽ മെറ്റലും നോൺ മെറ്റലും ഒക്കെ ചേർത്ത് മിക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അലോയ് എന്ന് പറയുന്നത്. അലോയ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റീലിനോടൊപ്പം നമുക്ക് ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ആൾക്കാർ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കി, സ്റ്റെയിൻലെസ് സ്റ്റീൽ. നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഈ പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? അയൺ ഉണ്ട്, കാർബൺ ഉണ്ട്, അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ ആരൊക്കെയുണ്ട്? നിക്കലും ക്രോമിയവും. അപ്പോൾ നമ്മൾ എവിടെയോ ഈ നിക്കൽ ക്രോമിയം പഠിച്ചല്ലോ. എവിടെ പഠിച്ചു? നിക്രോമിനകത്ത് പഠിച്ചു അല്ലേ. നിക്രോം ഒരു അലോയ് ആണ് അല്ലേ. നമ്മൾ ഹീറ്റിംഗ് എലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിക്കൽ, ക്രോമിയം, അയൺ. അപ്പോൾ ഈ പറയുന്ന നിക്കലും ക്രോമിയവും തന്നെ ഇവിടെയും വരും, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്തും നിക്രോമിനകത്തുള്ള 2 പേരുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അയൺ എന്തായാലും കാണും, കാർബൺ കാണും, അതെല്ലാത്തിനകത്തും ഉണ്ടാകും. അതുകൊണ്ടല്ലേ അതിനെ സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ തുരുമ്പിക്കാതിരിക്കാൻ നിക്കലിനെയും ക്രോമിയത്തിനെയും കൂടെ ആഡ് ചെയ്യും. കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. നമ്മുടെ വീട്ടു ഉപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മാംഗനീസ് സ്റ്റീൽ, പേര് തന്നെ ഉണ്ട്, അയണും കാർബണും ഉണ്ടല്ലോ, പിന്നെ മാംഗനീസും കൂടെ ഉണ്ട്. അടുത്ത് സിലിക്കൺ സ്റ്റീൽ, അയണും കാർബണും ഉണ്ടല്ലോ, കൂടെ സിലിക്കണും കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് മാംഗനീസ് സ്റ്റീലിൻ്റെ ഉപയോഗം? ഹാർഡ്നെസ് ഹൈ ആണ്. ഡ്രില്ലുകൾ, സേഫുകൾ, അതായത് നമ്മുടെ ഈ പറയുന്ന ലോക്കറുകൾ, പ്ലേറ്റുകൾ, റെയിൽവേ ട്രാക്കുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും, സാറേ ഇപ്പോൾ കുറച്ച് മുമ്പ് മൈൽഡ് സ്റ്റീൽ ഇത് പറഞ്ഞല്ലോ. അപ്പോൾ മൈൽഡ് സ്റ്റീലുണ്ട്. ആ മൈൽഡ് സ്റ്റീലിനകത്ത് തന്നെ നമ്മൾ അല്പം കൂടി മാംഗനീസ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ സംഭവം സെയിം തന്നെയാണ്. ഓക്കെ, അടുത്ത് സിലിക്കൺ സ്റ്റീൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് വിളിക്കും. അതായത് ഇത് ഇലക്ട്രിക്കൽ ലോസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള മോട്ടോർ, ജനറേറ്റർ, ട്രാൻസ്ഫോർമറുകളുടെയൊക്കെ കോർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സിലിക്കൺ സ്റ്റീലാണ്. അപ്പോൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയണും കാർബണും ചേർന്നുള്ള അലോയ്. അതിനോടൊപ്പം ചില പ്രോപ്പർട്ടീസ് കിട്ടാനായിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് എന്ത് വിളിക്കും? അലോയി സ്റ്റീൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അലോയി സ്റ്റീൽ എന്ന് വിളിക്കും. അപ്പോൾ ഇനി അലോയി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അലോയി എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒന്നിലധികം മെറ്റലുകളോ മെറ്റലും നോൺ മെറ്റലുകളോ ചേർത്തുണ്ടാക്കുന്നതാണ് അലോയി എന്ന് പറയുന്നത്.
അങ്ങനെ സ്റ്റീൽ എന്ന് പറയുന്ന അലോയ് തന്നെയാണ്. അതിൽ വീണ്ടും നമ്മൾ നോൺ മെറ്റൽ ആഡ് ചെയ്യുമ്പോൾ അതിന് വേറെ കുറേ പുതിയ പ്രോപ്പർട്ടികൾ കിട്ടും. എന്തൊക്കെ കിട്ടും? ക്രോമിയവും നിക്കലും ആഡ് ചെയ്യുമ്പോൾ അതെന്താവും? കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. മാംഗനീസ് ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഹാർഡായിട്ട് മാറും. സിലിക്കൺ ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഇലക്ട്രിക്കൽ ലോസ് കുറയ്ക്കുന്നതായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ സ്റ്റീൽ എന്താണെന്ന് ഓക്കെയാണല്ലോ. അടുത്ത് വരുന്നതാണ് എന്ത്? അലോയി സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അലോയി ഈസ് എ മിക്സ്ചർ ഓഫ് 2 or more മെറ്റൽസ് or non-metals like carbon, nitrogen, phosphorus used for the production of alloys. Alloy steel are made up by adding other metals to steel. സ്റ്റീലിനോടൊപ്പം മറ്റ് മെറ്റലുകളോ അല്ലെങ്കിൽ നോൺ മെറ്റലോ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അലോയ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സ്റ്റീലിനേക്കാൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അയണും കാർബണും പോരാത്തതിന് നിക്കലും ക്രോമിയവും. നിക്രോം ഓർത്താൽ മതി, റെസിസ്റ്റ് കൊറോഷൻ, അതുകൊണ്ട് തന്നെ വീട്ടുപകരണങ്ങൾക്കും ബ്ലേഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. മാംഗനീസ് സ്റ്റീലിനകത്ത് അയണും കാർബണും പ്ലസ് മാംഗനീസ് ഹാർഡ്നെസ് കൂടുതലാണ്. റെയിൽവേ ട്രാക്കും ഡ്രില്ലുകളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. സിലിക്കൺ സ്റ്റീൽ അയണും കാർബണും കൂടെ സിലിക്കണും കൂടെ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാം, ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നറിയപ്പെടുന്നത് ആരാണ്? സിലിക്കൺ സ്റ്റീലാണ്. ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്നറിയപ്പെടുന്ന ആരാണ്? സിലിക്കൺ. അപ്പോൾ ഇലക്ട്രിക്കൽ സ്റ്റീല്, സിലിക്കൺ സ്റ്റീൽ. ഇലക്ട്രിക്കൽ ലോസ് കുറവായത് കൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള മോട്ടോർ, ജനറേറ്റർ, ട്രാൻസ്ഫോമറുകളുടെ കോറ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരം അലോയ് സ്റ്റീലാണ്. തീർന്നു. സ്റ്റീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിന്ന് സ്റ്റീലിനോടൊപ്പം തന്നെ സിങ്കിൻ്റെ കാര്യം കൂടെ പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ സിങ്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എവിടെയോ സിങ്ക് പഠിച്ചല്ലോ. എവിടെ പഠിച്ചു? പറ. എവിടെയോ ഒരിടത്ത് പഠിച്ചു അല്ലേ? ഞാനൊരു കോഡും പറഞ്ഞു തന്നു. സിങ്കിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയി കളയും എന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണ് സംഭവം? സിങ്കിൻ്റെ ഓർ അല്ലേ? അപ്പോൾ സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ എന്തായാലും ഒരു അത്യാവശ്യം മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ സിങ്കിനെ നമുക്ക് പ്രകൃതിയിൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിങ്ക് എന്ന് പറയുന്നത് സിങ്കിൻ്റെ ഓറിലാണ് കാണുന്നത്. സിങ്കിന് 2 ഓറുകളാണ് ഉള്ളത്. ഒന്ന് സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫൈഡ് ഓറുമുണ്ട്, ഒരു കാർബണേറ്റ് ഓറുമുണ്ട്. അപ്പോൾ സിങ്കിൻ്റെ സൾഫൈഡ് ഓറിൻ്റെ പേരാണ് എന്ത്? സിങ്ക് ബ്ലെൻഡ്. എന്താണ്? സിങ്ക് ബ്ലെൻഡ്. അതായത് ZNS, സിങ്ക് ബ്ലെൻഡ്. കാർബണേറ്റ് ഓർ ഓഫ് സിങ്ക് എന്ന് പറയുന്നത് എന്താണ്? അതാണ് കലാമിൻ. ഞാൻ കൊണ്ട് കളയാൻ പറഞ്ഞു വന്ന കൂടെ ഓർക്കുന്നുണ്ടോ? അതായത് ZnCO3, സിങ്ക് കാർബണേറ്റ്. CO3 കാർബണേറ്റ് എന്നറിയാമല്ലോ. അടുത്ത് കോമൺ നെയിം എന്ന് പറയുന്നത് സിങ്ക് ബ്ലെൻഡ്. കെമിക്കൽ ഫോർമുല സിങ്ക് സൾഫൈഡ്. കോമൺ നെയിം എന്ന് പറയുന്നത് കലാമിൻ. കെമിക്കൽ ഫോർമുല ZnCO3. കോൺസെൻട്രേഷൻ മെത്തേഡ്. അയ്യോ, കോൺസെൻട്രേഷൻ മെത്തേഡ് എവിടെയോ പഠിച്ചല്ലോ? ഇല്ല, പഠിച്ചില്ലേ? പഠിച്ചു. എന്ത് പഠിച്ചു? കോൺസെൻട്രേഷനിൽ ഞാൻ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞു തന്നു. സർഫിട്ട് പതപ്പിക്കുക എന്ന് പറഞ്ഞു തന്നു. സൾഫൈഡുള്ള ഓറുകളെ നമുക്ക് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി മാറ്റാൻ പറ്റുമെന്നായിരുന്നു അന്ന് പറഞ്ഞു തന്നത്. ദേ കിടക്കുന്നു, സൾഫൈഡ് അല്ലേ? അപ്പോൾ ഇവന് പ്യൂരിഫൈ ഉള്ളത് എന്തായിരിക്കും? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് പറ്റും. തീർന്നു, പരിപാടി തീർന്നില്ലേ? അപ്പോൾ സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് പ്രകൃതി ഡയറക്റ്റായിട്ട് കാണത്തില്ല. ഒന്നുകിൽ സൾഫൈഡുമായിട്ട് ചേർന്ന് സിങ്ക് സൾഫൈഡ് ആയിട്ടുള്ള സിങ്ക് ബ്ലെൻഡ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ കാർബണേറ്റുമായിട്ട് ചേർന്നിട്ട് കലാമിനായിട്ടായിരിക്കും സിങ്ക് കാണപ്പെടുന്നത്. ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ നമുക്ക് അവനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴുകി കുളിച്ച് കുട്ടപ്പനാക്കി നമ്മൾ സിങ്കിനെ കൊണ്ടുവന്ന് വെച്ചാൽ ആ സിങ്കിൽ അപ്പോഴും ഉണ്ടല്ലോ കാർബണേറ്റും സൾഫൈഡും. അവനെ നമുക്ക് മാറ്റണ്ടേ? അതിനല്ലേ നമ്മൾ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്ക് പോലെയുള്ള ആളെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? 2 രീതി പറഞ്ഞല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന എക്സ്ട്രാക്ഷൻ? 2 രീതി പറഞ്ഞല്ലോ. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ആദ്യം ഓക്സൈഡ് ആക്കി മാറ്റണം. ഓർക്കുന്നുണ്ടോ? അതിനുശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഓക്സൈഡ് ആക്കി മാറ്റുക? അതിനും ഉണ്ടല്ലോ 2 മെത്തേഡ്. കാർബണേറ്റുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യും? ഓക്സിജൻ ഇല്ലാണ്ട് ചൂടാക്കും. കാൽസിനേഷൻ എന്ന് വിളിക്കും. ഇനി ഈ പറയുന്ന ഓക്സിജൻ ഇല്ലാത്ത സൾഫർ ഓറൊക്കെ ആണെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യും? ഓക്സിജൻ്റെ പ്രസൻസ് ചൂടാക്കും, റോസ്റ്റിംഗ്. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരുടെ നിശ്ചിതമായിട്ടുള്ള ഓക്സൈഡ് കിട്ടും. തൊട്ട് ഇന്നത്തെ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും, അല്ലാത്തവൻ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ നോക്കിക്കേ, പാർട്ട് ഓഫ് ദ പ്രോസസ് യൂസ്ഡ് ടു ദ കൺവേർഷൻ ഓഫ് സിങ്ക് ഓർ ടു സിങ്ക് ഓക്സൈഡ്. അപ്പോൾ ഒന്ന് ഞാൻ പറയുന്നു, എന്താണ്? റോസ്റ്റിംഗ് അല്ലേ? എന്താണ് റോസ്റ്റിംഗ്? അതായത് ഈ പറയുന്ന സിങ്ക് സൾഫൈഡിനെ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ സിങ്ക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും കിട്ടും. അടുത്ത രണ്ടാമത്തെയാണ് എന്ത്? ഞാൻ താഴെ എഴുതാം, കാൽസിനേഷൻ അല്ലേ? എന്താണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിങ്ക് കാർബണേറ്റിനെ നമ്മൾ ഓക്സിജൻ ഇല്ലാണ്ട് ചൂടാക്കുമ്പോൾ സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഇന്നത്തെ ക്ലാസ് കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരണേ, നമ്മളവിടെ വിശദമായിട്ട് പഠിച്ചതാണ്.
ഒരു മെറ്റലിനെ നമ്മൾ കിട്ടി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴുകി മിനുക്കി കൊണ്ടുവന്നാൽ അതിനെ ആദ്യം നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റണം, എന്നിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഇപ്പം എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? കിടക്കുന്നു കോക്ക് പോലെയുള്ള ആളെ വെച്ചിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യും. കാർബൺ ഒരു നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണ് അല്ലേ? ഓക്സിജനുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും കാർബൺ, അതും പഠിച്ചതാണ്. അപ്പോൾ എന്ത് പറ്റും? ഈ സിങ്ക് ഓക്സൈഡും കാർബൺ അഥവാ കോക്ക് എന്നുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സിങ്കും അതുപോലെ കാർബൺ മോണോക്സൈഡും കിട്ടും. ഇനി ഈ കിട്ടുന്ന കാര്യം പിന്നെ മാറ്റം എളുപ്പമാണ്. നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത് ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള ഒരാളാണ്. അതുകൊണ്ട് അത് എളുപ്പം എന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്ത് പോകും ഹൈ ടെമ്പറേച്ചറിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന വേപ്പറിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ, എവിടെ പഠിച്ചു? ആ ഫ്ലാസ്ക് ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചല്ലേ? അപ്പോൾ അതിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്യൂരിഫൈഡ് സിങ്ക് കിട്ടും. ആ സിങ്കിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കണ്ടേ? അപ്പോൾ സിങ്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്ന് സിങ്കിൻ്റെ ഓറുകൾ എന്ന് പറയുന്ന 2 പേരാണ്. ആരൊക്കെയാണ്? സിങ്ക് ബ്ലെൻഡും കലാമിനും. സിങ്ക് ബ്ലെൻഡ് എന്ന് വെച്ചാൽ സിങ്ക് സൾഫൈഡ്, കലാമിൻ എന്ന് വെച്ചാൽ സിങ്ക് കാർബണേറ്റ്. അപ്പോൾ സിങ്ക് സൾഫൈഡിൻ്റെ ഫോർമുല ZnS, സിങ്ക് കാർബണേറ്റിൻ്റെ ഫോർമുല ZnCO3. ഓക്കെ, ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. കാരണം സൾഫർ ഓടാണ്, സൾഫറിനെ സർഫിട്ട് പതപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് കോഡൊക്കെ വെച്ച് പഠിപ്പിച്ചു തന്നേ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമുക്ക് ഓക്സൈഡ് ആക്കി മാറ്റുന്നത് എങ്ങനെ? 2 പേരുണ്ടല്ലോ. സൾഫൈഡിനെ നമുക്ക് റോസ്റ്റിങ്ങിലൂടെയും കാർബണേറ്റിന് നമുക്ക് കാൽസിനേഷനിലൂടെയും മാറ്റാൻ പറ്റും. ഫസ്റ്റ് പരിപാടി നമ്മൾ റോസ്റ്റിംഗ് ചെയ്യുന്നു. സൾഫൈഡ് ഓറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. എന്താണ് ഈ പറയുന്ന ബോയിലിംഗ് പോയിന്റിന് താഴെ നമുക്ക് എന്ത് കിട്ടും? സിങ്ക് ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും കിട്ടും. അടുത്ത് കാർബണേറ്റിനെ നമ്മൾ ഓക്സിജൻ ഇല്ലാതെ ചൂടാക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? ഡീകമ്പോസ് ചെയ്ത് സിങ്ക് ഓക്സൈഡും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഇനി അതിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യണം. എന്ത് ചെയ്യും? കോക്ക് പോലെയുള്ള റെഡ്യൂസിങ് ഏജൻറ്റിൽ വെച്ച് നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഓക്സിജൻ കാർബണുമായിട്ട് ചേർന്നിട്ട് നമുക്ക് സിങ്കും കാർബൺ മോണോക്സൈഡും കിട്ടും. അത് വേപ്പറൈസ് ചെയ്യുന്നു, അതിന് നമ്മൾ കണ്ടൻസ് ചെയ്യുന്നു, നമുക്ക് അങ്ങനെ എന്ത് കിട്ടുന്നു? സിങ്ക് കിട്ടും. അതിനെ ഇനി പ്യൂരിഫൈ ചെയ്യണം. പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ്. പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ്. ഓക്കെ, ഏതാണ്? ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ ചെയ്യുന്നു. എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ പറയുന്ന യൂസ്ഡ് ഇൻ ഗാൽവനൈസിങ് സ്റ്റീൽ. അതായത് എന്താ സംഭവം? ഈ സ്റ്റീലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ ഒരു കോട്ടിങ് കൊടുക്കുക. അതിനാണ് ഗാൽവനൈസിങ് എന്ന് പറയുന്നത്. അതുപോലെ ബ്രാസ് എന്ന് പറയുന്ന അലോയിലെ ഒരു കമ്പോണൻ്റ് ആണ് സിങ്ക്. കോപ്പറും സിങ്കും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു അലോയിയാണ് എന്ത്? ബ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാറ്ററികൾ, മറ്റ് അലോയികൾ, കെമിക്കൽ കോമ്പൗണ്ടുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സിങ്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്രാസ് സിങ്കിൻ്റെ അലോയിയാണ്. പ്രൊഡക്ഷൻ ഓഫ് സിങ്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റല്ലേ? പഠിച്ചില്ലേ സിങ്കിൻ്റെ കാര്യം? അപ്പോൾ മുന്നത്തെ ക്ലാസ് കണ്ട് പഠിച്ച ഒരാൾക്ക് ഇത് സിമ്പിളാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ കണ്ടിട്ട് വന്നാൽ സിമ്പിൾ ആയിക്കോളും. അപ്പോൾ കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ മര്യാദയ്ക്ക് പഠിച്ചു വന്നാൽ എല്ലാം നമുക്ക് ഓർമ്മയിൽ കിട്ടും. അപ്പോൾ ഇനി വരുന്ന എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പറാണ്. അത് പിന്നെ പഠിക്കാം അല്ലേ? 10-20 മിനിറ്റ് ആയില്ലേ? കോപ്പറിൻ്റെ എക്സ്ട്രാക്ഷൻ അത് കുറച്ച് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കോപ്പറും അലൂമിനിയവും കൂടെ എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ വരുന്നത് കൊറോഷനാണ്. അപ്പോൾ ഒരു 2 ക്ലാസ്സും കൂടെ കൊണ്ട് നമുക്ക് മെറ്റൽ ഫുള്ള് തീർക്കാൻ പറ്റും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.